സ്കൂൾ കാലം മുതൽ ഭഗത് മാനുവലിനൊപ്പം കലയുണ്ട്. എല്ലാ ഇനങ്ങളിലും മത്സരിക്കുമായിരുന്നു. പിന്നീട് മുതിർന്നപ്പോൾ സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങി. ഹീറോ മെറ്റീരിയൽ അല്ലാതിരുന്നിട്ടും മലർവാടി ആർട്സ് ക്ലബിലൂടെയും തട്ടത്തിൻ മറയത്തിലൂടെയും ആടിലൂടെയും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. എല്ലാവരുടെയും ജീവിതത്തിൽ എന്ന പോലെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടം ഭഗത്തിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഷെഫ് നളന് നൽകിയ അഭിമുഖത്തിൽ ഭഗത് മാനുവൽ പങ്കുവച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സുഹൃത്തുക്കളാണെന്ന് നടൻ പറയുകയാണ്. കുറേയധികം കാര്യങ്ങൾ താൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് വന്നാലും സാരമില്ല എന്നായി. വിവാഹം ഡിവോഴ്സിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എറണാകുളത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ് താൻ വിവാഹം ചെയ്തത്. സിനിമയിലേക്ക് വന്ന ശേഷമായിരുന്നു തന്റെ വിവാഹം. ഒരു മകനുമുണ്ട്. അവൻ തനിക്കൊപ്പമാണിപ്പോൾ. പ്രാർത്ഥനയും മറ്റുമായി മുന്നോട്ട് പോയിരുന്ന കുടുംബമായിരുന്നു തന്റേത്. പണ്ട് നെക്സലൈറ്റ് ആയിരുന്ന അപ്പൻ പിന്നീട് കരിസ്മാറ്റിക്കായി മാറുകയായിരുന്നു. അങ്ങനെ ഒരു അപ്പന്റെ മകനായി ജീവിച്ചു വന്നിട്ട് പെട്ടെന്ന് വിവാഹമോചനം പോലെയൊന്ന് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ പിടിച്ചാൽ കിട്ടിയില്ല. താൻ മദ്യപാനം ആരംഭിച്ചു. ജീവിതം അലമ്പായി മാറി. ഡിവോഴ്സ് എന്നത് സംഭവിച്ചതുകൊണ്ടാണ് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. തന്റേത് പ്രണയവിവാഹമായിരുന്നു. ഡിവോഴ്സിന് ശേഷമുണ്ടായ ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് സമയമെടുത്തു. മകൻ തന്റെ ഒപ്പമുള്ളത് വലിയൊരു അനുഗ്രഹമായിരുന്നു. തന്റെ അപ്പനും അമ്മയുമാണ് അവനെ വളർത്തിയതും വലുതാക്കിയതും. മലർവാടി ആർട്സ് ക്ലബ് കഴിഞ്ഞ ശേഷമായിരുന്നു വിവാഹം. തനിക്കൊരു സഹോദരിയാണ് കൂടപ്പിറപ്പായുള്ളത്. വിവാഹമോചന ശേഷം താൻ കൊച്ചിയിൽ തന്നെയായിരുന്നു താമസം. അന്ന് തന്റെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ വിവാഹം തന്റേതായിരുന്നു. പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിന്റെ തൊട്ടു താഴെയായിരുന്നു താനും താമസിച്ചിരുന്നത്. തന്റെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നിവിൻ അടക്കമുള്ള സുഹൃത്തുക്കളെല്ലാം നല്ല ബിസിയായിരുന്നു. താൻ ബിസിയാണെന്ന് അവരും കരുതി. അങ്ങനെ ഒറ്റപ്പെട്ടു നിന്ന് തന്നെ ഇരുന്ന് കള്ളുകൂടി ആരംഭിച്ചു. ലൈഫ് കുറെ അങ്ങ് കയ്യിൽ നിന്ന് പോയി. അതിൽ നിന്നെല്ലാം തന്നെ മാറ്റി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും കൂട്ടുകാർ തന്നെയാണ്. ആത്മഹത്യയുടെ വക്കിലായിരുന്നു താൻ. അന്ന് ഡോർ തള്ളി തുറന്ന് കയറി വന്ന 2 സുഹൃത്തുക്കളാണ് സംവിധായകൻ മനുവും ജിയോയുമൊക്കെ. അന്നു മുതൽ അവന്മാർ ഉറങ്ങുന്നത് പോലും തനിക്കൊപ്പമായിരുന്നു. 6-7 മാസം അങ്ങനെയായിരുന്നു. ഓരോ സമയത്തും ഓരോ മാലാഖമാർ ഇതുപോലെ കൂട്ടുകാരുടെ രൂപത്തിൽ തന്റെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്താണ് അജുവും. എല്ലാ ദിവസവും അവന് താൻ ഗുഡ് മോർണിംഗ് അയക്കും. അജു മറുപടി അയക്കാറില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം മെസ്സേജ് മുടങ്ങിയാൽ ഉടനെ അവന്റെ കോൾ വരും. അത് തനിക്കൊരു ധൈര്യമാണ്. ഇതൊക്കെ താൻ നേടിയെടുത്ത സമ്പാദ്യമാണ്. ഒരു വിവാഹ ജീവിതം തകർന്നു എന്നതുകൊണ്ട് ജീവിതം തീരില്ല. നമുക്ക് വേണ്ടതിനെ ദൈവം കൊണ്ടുതരും. 7 വർഷം മുമ്പ് താൻ വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അവൾ തനിക്ക് എല്ലാ സപ്പോർട്ടുമായി ഒപ്പമുണ്ട്, ഭഗത് പറയുന്നു. ഡാലിയയാണ് ഭഗത്തിന്റെ ആദ്യ ഭാര്യ. കോഴിക്കോട് സ്വദേശിനി ഷെലിൻ ചെറിയാനാണ് ഇപ്പോൾ ഭഗത്തിന്റെ ജീവിത പങ്കാളി.